ഹായ് ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഏകദേശം ഒരു 6 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ്റെ വീട് ഒല്ലൂർ. ഒരു കർഷക കുടുംബമായതിനാൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വൈക്കോലിൻ്റെ കൂനകളുണ്ടാവും വീട്ടിൽ. വേനൽക്കാലമാണ്. അമ്മ അനിയത്തിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിലാണ്. ഞാനും എൻ്റെ അനിയനും തറവാട്ടിൽ. അവിടെ എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മയും, ഞാൻ മുത്തച്ഛൻ അമ്മൂമ്മ എന്ന് വിളിക്കുക, അച്ഛൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛനും ഞാനും എൻ്റെ അനിയനും മാത്രമാണുള്ളത്. അങ്ങനെ സാധാരണ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി കളിക്കുകയാണ്. ഏകദേശം 6 വയസ്സ്, അനിയന് 4 വയസ്സ്. ഞങ്ങൾ അതേ പ്രായമുള്ള കുട്ടികളാണ് കളിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാവുണ്ട്, പ്ലാവ് മാവൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്ലാവുണ്ട്, പ്ലാവിൻ്റെ ഇല എപ്പോഴും വീണിട്ട് അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടല്ലോ, അമ്മൂമ്മയും അമ്മയൊക്കെ എന്ത് ചെയ്യുക, അടിച്ചു വാരി അത് സ്ഥലത്ത് കൊണ്ട് കൂട്ടി കത്തിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കളിയുടെ ഇടയിൽ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, നമുക്ക് ഇതെല്ലാം അടിച്ചു വാരി കൂട്ടി കത്തിച്ചാലോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി അടിച്ചു വാരി കൂട്ടി ഇത് കത്തിക്കണം. അങ്ങനെ അവിടെ പോയി അടുക്കളയിൽ പോയി ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഈ പ്ലാവിൻ്റെ ഇലയ്ക്ക് തീയിട്ടു. പ്ലാവിൻ്റെ ഇലയ്ക്ക് തീയിട്ട് സ്വാഭാവികമായിട്ടും അത് കുറച്ച് കത്തി. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി കളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഓടി, ലഹള ഭയങ്കര ലഹള. ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു, വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാനും അനിയനും പോയി നോക്കുമ്പോൾ ഈ വൈക്കോൽക്കൂനയ്ക്ക് തീ പിടിച്ച്, അതായത് ഞങ്ങൾ കത്തിച്ച തീ പടർന്ന് വൈക്കോൽക്കൂനയ്ക്ക് പിടിച്ചു. അങ്ങനെ വൈക്കോൽക്കൂന ആളി കത്തുകയാണ്. അങ്ങനെ ആദ്യത്തെ വൈക്കോൽക്കൂനയുടെ ഏകദേശം ഒരു ഭാഗത്തേക്ക് തീ പടർന്നിട്ടുണ്ട്. അതിന് പെട്ടെന്ന് പടരും. കാരണം എന്താ വെച്ചാൽ നല്ല വേനൽക്കാലമല്ലേ, നല്ല ഉണങ്ങിയ വൈക്കോല. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ നേരെ പോയി മുത്തച്ഛൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിച്ചു. അങ്ങനെ അവിടെ ഭയങ്കര ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. വെള്ളം കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, അവരെവിടെ പോയി എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ഭയങ്കര പേടിച്ച് പറിച്ച് ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് അറിയാതിരിക്കുക. അങ്ങനെ മുത്തച്ഛൻ വന്ന് കട്ടിലിൻ്റെ അടിയിലൂടെയൊക്കെ നോക്കിയിട്ട് ഞങ്ങളെ കണ്ടു. അപ്പം മുത്തച്ഛൻ പറഞ്ഞു ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ പോയി. അങ്ങനെ കുറേ കഴിഞ്ഞു, ജനങ്ങളെല്ലാം പോയി, ഒഴിവായി. മുത്തച്ഛൻ വന്ന് ഞങ്ങളെ വിളിച്ചു, വാ ഇനി പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു. എന്താ പേടിക്കണേ, എന്തിനാ പേടിക്കണേ, സാരമില്ല പോട്ടെ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. കണ്ടോ, നിങ്ങൾ കാണിച്ച ഏകദേശം വൈക്കോൽക്കൂന ഏകദേശം 3/4 ഭാഗത്തോളം കത്തി, അതെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത വൈക്കോൽക്കൂനയിലേക്ക് തീ പിടിച്ച് മുമ്പ് ആൾക്കാരെല്ലാം വന്നിട്ട് അതെല്ലാം കൊണ്ട് വലിച്ചിട്ട് എല്ലാം എന്ത് ചെയ്തു, ഏകദേശം ആ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ചാരക്കൂമ്പാരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ, അതായത് ഞങ്ങളുടെ അശ്രദ്ധ പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ആ ഒരു സംഭവം, നമ്മുടെ അറിവില്ലായ്മ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങളവിടെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് അതിനുശേഷം മുത്തച്ഛൻ ഞങ്ങളോട് കാണിച്ച ആ ഒരു പെരുമാറ്റം, അതായത് ഞങ്ങളെ ആശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വരും. അപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അതിൻ്റെ കാരണങ്ങൾ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് മനഃപൂർവ്വമല്ലാത്ത എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് സ്വയം അറിയാതെയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. എത്രയോ തവണ ഇത് എനിക്ക് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കഥയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ പാഠങ്ങൾ നൽകിയിട്ടൊരു സംഭവമാണ്. 6 വയസ്സിൽ സംഭവിച്ചാണെങ്കിൽ പോലും ഇപ്പോഴും അതെന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. താങ്ക് യു.